അപ്പോഴേ സമയം ഏകദേശം 3:45 അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയുണ്ട്. ഞാൻ ഒരു സ്ഥലം വരെ പോകാന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഇറങ്ങിയതാട്ടോ. ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ പോണ സ്ഥലം ഏകദേശം 6 മണിയാകുമ്പോഴത്തേന് അടക്കില്ല. നമുക്ക് നോക്കാം എത്തൂലെന്ന്. അപ്പോഴേ നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞത് ഏകദേശം നിങ്ങൾ 5:45 എത്തുള്ളൂ, എന്നാ അങ്ങോട്ട് പോണോ എന്നൊക്കെ ചോദിച്ചു. ഏതായാലും ഇറങ്ങി. ഇനിയിപ്പോൾ എങ്ങനെയാലും അത് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചൊരു ആശയത്. പണ്ടത്തെ സാധനമാണെങ്കിൽ എന്താ ഇതൊരു മുതൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ സെന്റ് തോമസ് കോളേജ് പാലയിൽ അതിന്റെ മുമ്പിലൊക്കെ എത്തി. ഇപ്പോഴേ ഒരു കുറച്ചിരിക്കും മനസ്സിലായിണ്ടാവും നമ്മൾ എങ്ങോട്ടാ പോണത്. 44 മിനിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോ 5:30 ബീച്ച് കൂടിയിരിക്കും കേട്ടോ. ഇനിയിപ്പോ കണ്ടറിയാം അവിടെ എത്തൂലേ 6 മണിയാകുമ്പോഴത്തേന്. വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പോണ വണ്ടി 100 cc ചെറിയ വണ്ടിയാണ്. ഇതായിട്ടൊക്കെ ചുരം കയറാന്ന് പറഞ്ഞാൽ അറിയില്ല ഇതാവും. അങ്ങനെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇട്ട് വലിപ്പിച്ച് എങ്ങനെയൊക്കെയോ 5-6 കിലോമീറ്റർ മേലെ എത്തി കേട്ടോ. അങ്ങനെ മേലെ എത്തിയതിനു ശേഷം അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുക്കണം കേട്ടോ പെർ ഹെഡിന്. പിന്നെ അവിടുന്ന് ജീപ്പൊക്കെ നമുക്ക് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടോ. അപ്പൊ അതിൽ നമ്മൾ പോകും. ഞങ്ങൾ ഇനി 8 മിനിറ്റിന് വേണ്ടി 82 മിനിറ്റിന് വേണ്ടി നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറി. എന്തായാലും ഞങ്ങൾ വന്ന ടൈം കൊള്ളാം കേട്ടോ. ഈ മഞ്ഞൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മോനെ ഒരു തണുപ്പും എന്ത് അടിപൊളിയെന്ന് അറിയാം അവിടെ. 20 എന്താ അവസ്ഥ അറിയില്ല. 6 മണിക്ക് ഇറങ്ങാൻ വന്നതാ. ഇപ്പൊ ഇറങ്ങിയില്ല. കണ്ടറിയാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ നമുക്ക് തിരിച്ചിറങ്ങാനുള്ള ജീപ്പൊക്കെ സെറ്റ് ആട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് മഴ പെയ്തത്. വേറെ ഒരുത്തന്നെ കരുതാ